വെൽക്കം ടു പ്രൊപ്സ്കെയിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ബോർ മോഡൽ ഓഫ് ആറ്റം, ഹൈഡ്രജൻ സ്പെക്ട്ര, അതിൽ ലെയ്മാൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഒരു അപാകതയും ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ ബോർ മോഡൽ ഓഫ് ആറ്റത്തിലെ ഏറ്റവും ഈ ഹൈഡ്രജൻ സ്പെക്ട്ര കൺസിഡർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ സ്പെക്ട്രൽ ലൈനിന്റെ ഇന്റൻസിറ്റി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശരിക്കും ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് പോസിബിൾ ആയ സമയത്ത് തന്നെ ആ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അല്ല, സർക്കുലർ ഓർബിറ്റിലാണ് ബോർ കൺസിഡർ ചെയ്തത്. അതുപോലെ ബോർ റേഡിയസ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത അളവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെഷർമെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ശരാശരി വിലയാണ്, അല്ലെങ്കിൽ ഒരു ആവറേജ് മെഷർമെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു എക്സ്പെക്റ്റഡ് വാല്യൂ ആണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോർ റേഡിയസ് A0 അല്ലെ, A0ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.52 ആംസ്ട്രോങ് ആയിരുന്നു അല്ലെ. ഈ വില എന്ന് പറയുന്നത് ശരിക്കും ആ ന്യൂക്ലിയസിന്റെ ചുറ്റും ഫസ്റ്റ് ഓർബിറ്റിൽ ഇലക്ട്രോൺ കാണുമ്പോൾ ഈ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് ശരിക്കും നമ്മൾ പറഞ്ഞ ഈ വാല്യൂ എന്ന് പറയുന്നത്. ഈ വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താണ്, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആണ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരുപാട് മെഷർമെന്റ്സ് നടത്തിയിട്ട് അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആണ്, മോസ്റ്റ് എക്സ്പെക്റ്റഡ് വാല്യൂ ആണ് ശരിക്കും 0.52 ആംസ്ട്രോങ് എന്ന് പറയുന്നത്. അപ്പൊ ലാർജ് നമ്പർ ഓഫ് മെഷർമെന്റ്സ്, ഒരുപാട് മെഷർമെന്റ്സ് നടത്തിയിട്ടാണ് ശരിക്കും നമ്മൾ എന്തിലേക്ക് വരുന്നത്, ഒരു ഇൻഫറൻസിലേക്ക് നമ്മൾ ശരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വിലയാണ് ശരിക്കും നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നത്, ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു എക്സ്പെരിമെന്റൽ വ്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇത് ഞാൻ വളരെ ഇങ്ങനെ വേഗമായിട്ട് പറയാതെ എന്താണ് ശരിക്കും ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു അടിസ്ഥാനപരമായി നമ്മൾക്ക് എങ്ങനെയൊക്കെ ഇതിനെ ചിട്ടപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്നും വിഭിന്നമായി ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന ഒരു സാധനമല്ല. ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ് ശരിക്കും ക്ലാസിക്കൽ മെക്കാനിക്സ്. അത് എവിടുന്നാണ്, നേരത്തെ നമ്മൾ പറഞ്ഞു, ഹയർ എനർജി ലെവൽസിലേക്ക് പോകുന്ന സമയത്ത് എനർജി ലെവൽസ് അടുപ്പിച്ച് വരികയും അവ കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. അവയ്ക്ക് ഡിസ്ക്രീറ്റ് സ്വഭാവമാണ് ഉള്ളതെങ്കിൽ പോലും അല്ലെ, ഹയർ എനർജിയിലേക്ക് പോകുന്തോറും അവിടെ ഒരു കണ്ടിന്യൂസ് നേച്ചർ വരികയും അങ്ങനെ ക്വാണ്ടം റെലമിൽ നിന്നും നമ്മൾ എന്തിലേക്ക് മാറുകയാണ്, ക്ലാസിക്കൽ വ്യൂയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ 1913 ബോർ മോഡലൊക്കെ പറഞ്ഞെങ്കിൽ പോലും അതിനുശേഷം ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഒരുപാട് അപാകതകൾ, സ്പെക്ട്രോസ്കോപ്പിയിൽ പോലും ഉണ്ടാവുന്ന അപാകതകളിൽ കണ്ടെത്തിക്കൊണ്ട് 1925 മുതൽ ഒരുപാട് ശാസ്ത്രജ്ഞർ, ഒരാളെന്നല്ല ഒരുപാട് സയന്റിസ്റ്റുകൾ ഇതിന്റെ പിറകെ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ മുൻനിരയിൽ നിൽക്കുന്ന കുറച്ച് പേരാണ്, ഒന്ന് ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ടുവന്ന ഹൈസൻബർഗ്, അതുപോലെ തന്നെ എർവിൻ ഷ്രോഡിംഗർ, പോൾ ഡിറാക്, മാക്സ് ബോൺ, അങ്ങനെ ഒരുപാട് സയന്റിസ്റ്റുകൾ ഇതിന്റെ പിറകെ എന്ത് ചെയ്തിട്ടുണ്ട്, സോമർഫീൽഡ്. അപ്പൊ ഇവരൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്വാണ്ടം മെക്കാനിക്സിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായകരമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ബോർ മോഡൽ പഠിക്കുന്ന ആക്ടിമിക് മോഡൽ പഠിച്ചു. തൊട്ട് മുന്നേ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞാൽ ശരിക്കും മോഡേൺ ഫിസിക്സ് എന്നാണ് നമ്മൾ അതിനൊരു വാക്ക് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതായത് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു തോട്ട് വന്നത് ആദ്യ കാലഘട്ടങ്ങളിലുള്ള ടോപ്പിക്കുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ, റിയലിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സിന്റെ സർഫസിലൂടെയുള്ള യാത്ര മാത്രമാണ് HSCക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ഡിഗ്രി ലെവലിലുള്ള ക്വാണ്ടം മെക്കാനിക്സ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് ആദ്യം ഒരു മാത്തമാറ്റിക്കൽ ബേസ് നമ്മൾ ഉണ്ടാക്കണം. ആ മാത്തമാറ്റിക്കൽ ബേസിലേക്കൊന്നും നമ്മളോട് സിലബസ് പറഞ്ഞിട്ടില്ല. സിലബസ് നേരെ പറയുന്നത് ബോർ മോഡൽ, വെക്ടർ മോഡൽ, ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ, പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, ഐഗൻ വാല്യൂ, ഐഗൻ ഫംഗ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആഴത്തിൽ ഇറങ്ങിക്കൊണ്ട് മാത്തമാറ്റിക്കൽ ടൂൾസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിനെ നമുക്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ അബ്സ്ട്രാക്ട്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളല്ല എന്ന് ഞാൻ ആദ്യമേ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നു. ഓക്കെ, എന്നിരുന്നാൽ പോലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു n ഡയമെൻഷണൽ ഹിൽബർട്ട് സ്പേസ് ആണ് അല്ലെ. ആ ഹിൽബർട്ട് സ്പേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കഥകളെല്ലാം പറയുന്നത്. ആ ഒരൊറ്റ സെന്റൻസിൽ ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, നൗ നമുക്ക് ആദ്യം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് പോകുന്നത് ശരിക്കും ക്വാണ്ടം മെക്കാനിക്സിന്റെ തത്വങ്ങൾ, പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. അതായത് ഒരു സിസ്റ്റം, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ആണ് എങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ നടത്തുന്ന മെഷർമെന്റ്സ്,
ഒബ്സർവേഷൻസ്, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത് ഒക്കെ എങ്ങനെയാണ്, അതിന് എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവനെ നമ്മൾ ഫോളോ ചെയ്യേണ്ട തത്വങ്ങൾ എന്തൊക്കെയാണ്, നിബന്ധനകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഏത് സെക്ഷനിൽ പെടും? സിലബസിലെ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ് അത് പെടുന്നത്. ഓക്കെ, ആദ്യത്തെ പോസ്റ്റ്ലേറ്റിൽ നിന്നും നമുക്ക് ക്ലാസ് അങ്ങ് ആരംഭിക്കാം. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ വ്യവസ്ഥയെ പ്രതിപാദിക്കാൻ ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാകും, psi of r, t. ആ വ്യവസ്ഥയുടെ എല്ലാ വിവരങ്ങളും വേവ് ഫംഗ്ഷൻ, അതായത് തരംഗ ഫംഗ്ഷൻ എന്നൊക്കെ ചിലപ്പോൾ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും, വേവ് ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നു. ബേസിക്കലി ക്വാണ്ടം മെക്കാനിക്സിന് മലയാളം വേർഷൻ നമുക്ക് എവിടെയും അവൈലബിൾ അല്ല. ആരും മലയാളത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് എഴുതിയിട്ട് ഇല്ല. നമുക്ക് +2 വരെയുള്ള കണ്ടന്റുകൾ മാത്രമേ മലയാളത്തിലുള്ളൂ. ഒരു ഡിഗ്രി ലെവലിലേക്കുള്ള കണ്ടന്റൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ തർജ്ജമ ചെയ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മളത് നമ്മുടെ ഭാഷയിലേക്ക് നമുക്കത് മാറ്റിയെടുക്കണം. ഓക്കെ, അപ്പൊ ആ പോസ്റ്റ്ലേറ്റ്സിന്റെ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് ഈ എവറി ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഈസ് റെപ്രസെന്റഡ് ബൈ എ വേവ് ഫംഗ്ഷൻ. ഇതാണ് സംഭവം. ഓക്കെ, അപ്പം ഒരു ക്വാണ്ടം മെക്കാനിക്കൽ വ്യവസ്ഥയെ പ്രതിപാദിക്കാൻ ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. ഇനി എന്താണ് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, ആ വേവ് ഫംഗ്ഷൻ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സപ്പോസ് എ പാർട്ടിക്കിളിന് എന്ത് നേച്ചർ ഉണ്ട്? കണികയ്ക്ക് തരംഗ സ്വഭാവമുണ്ട്, അവൻ എന്തുണ്ട്? കണികാ സ്വഭാവമുണ്ട്, അല്ലെ? വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. ഓക്കെ, അപ്പൊ ആ വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറിലെ വേവ് നേച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബേസിക്കലി ഈ വേവ് ഫംഗ്ഷൻ. ആ വേവിന്റെ ഉള്ളിൽ എന്തുണ്ട്? ആ വേവ് നേച്ചറിന്റെ അകത്ത് അവന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ എംബഡഡ് ആണ്, അതിന്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ വ്യവസ്ഥയെ പ്രതിപാദിക്കാൻ ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. ആ വേവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്തത് psi of r, t എന്നാണ്, അല്ലെ? ഈ r എന്ന് പറയുന്നത് അവന്റെ പൊസിഷൻ കോർഡിനേറ്റും t അവന്റെ ടൈം കോർഡിനേറ്റുമാണ്. ഇത് ഞാൻ പോളാറിൽ എഴുതി എന്ന് മാത്രം. എന്നാൽ നമ്മൾക്കിപ്പോ ഒരു XYZ കോർഡിനേറ്റ് സിസ്റ്റം, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? psi of x, y, z, t എന്നെഴുതും. ഇനി ഈ വേവ് ഫംഗ്ഷൻ ഒരു 1 ഡയമെൻഷനിൽ ഒതുങ്ങി കിടക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു 1 ഡയമെൻഷണൽ ആക്സിസിൽ ഒതുങ്ങി കിടക്കുന്ന ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? psi of x, t എന്ന് മാത്രം എഴുതും. ഈ പൊതുവെ നമ്മൾ പറയുന്ന സമയത്ത് ഈ വേവ് ഫംഗ്ഷൻ നമ്മൾ 1 ഡയമെൻഷണൽ കേസ് എടുത്തുകൊണ്ടാണ് പഠിക്കുക. 3 ഡയമെൻഷൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആകും. അതുകൊണ്ട് നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്സിന്റെ തിയറി പറയാൻ വേണ്ടി നമ്മൾ എപ്പോഴും 1 ഡയമെൻഷൻ കേസ് ആണ് കൺസിഡർ ചെയ്യുക. ഇവിടെ r എന്ന് പറയുന്നത് ശരിക്കും ആരാണ്? ഇവിടെ r എന്ന് പറയുന്നത് xi plus yj plus zk. അപ്പോൾ ജസ്റ്റ് ഒരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. ആ വേവ് ഫംഗ്ഷന്റെ അകത്ത് എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ വേവ് ഫംഗ്ഷന് ഒരു ഫിസിക്കലി മെഷറബിൾ അല്ല. ഫിസിക്കലി മെഷറബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു ഫിസിക്കൽ മീനിങ് ഒന്നുമില്ല. പക്ഷെ ഇവന്റെ അകത്ത് എന്തുണ്ട്? ഇവന്റെ എല്ലാ ഇൻഫർമേഷൻസും അടങ്ങിയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ഇവനൊരു ഫിസിക്കൽ മീനിങ് വരിക എന്നുള്ളതാണ് ചോദ്യം. അതിന് വളരെ ലളിതമായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി, ആ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പറയാം. ലൈറ്റ് വേവിനെ നമ്മൾ മെഷർ ചെയ്യാറില്ല, നമ്മൾ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയാണ് മെഷർ ചെയ്യാറുള്ളത്. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? അവന്റെ മോഡുലസിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ മോഡുലസ് സ്ക്വയർ. അപ്പം ഈ വേവ് ഫംഗ്ഷന് ഒരു പേരും കൂടിയുണ്ട്. ചില പേരുകൾ വേവ് ഫംഗ്ഷൻ എന്നല്ലാതെ എന്ത് വിളിക്കാറുണ്ട്? ആ ഒരു പാർട്ടിക്കിൾ, കണികയുടെ ആ സമയത്തെ അവസ്ഥയാണ്, അതുകൊണ്ട് അവനെ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നും വിളിക്കാറുണ്ട്. മറ്റൊരു പേരുള്ളത് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്നും വേവ് ഫംഗ്ഷന് ഒരു പേരുണ്ട്. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്, ആ വേവ് ഫംഗ്ഷനെ, ആ പാർട്ടിക്കിളിനെ കാണാൻ സാധ്യതയുള്ളതിന്റെ ആയതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പല ടേമിൽ ഇവനെ റെപ്രസെന്റ് ചെയ്യും. എങ്ങനെ? ഒന്ന് വേവ് ഫംഗ്ഷൻ എന്നോ, സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നോ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്നോ പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് വ്യവസ്ഥയുടെ ഒരു അവസ്ഥയെ ഈ വേവ് ഫംഗ്ഷൻ സൂചിപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു, അതായത് ആ സിസ്റ്റത്തിന്റെ ആ ഒരു സ്റ്റേറ്റിനെയാണ് ഈ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവനെ എന്തെന്ന് വിളിക്കുന്നു? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പം അത് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം ഇലക്ട്രോണായിട്ട് കറസ്പോണ്ട് ചെയ്തിട്ട്, നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അവന് പലതരം ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്, അല്ലെ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമെട്രിക് ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ, അതുപോലെ തന്നെ അവന്റെ സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ട്, അല്ലെ? സ്പിൻ ക്വാണ്ടം നമ്പർ, അപ്പ് സ്പിൻ, ഡൗൺ സ്പിൻ എന്നുള്ള 2 അവസ്ഥകളാണ് പറയുക. ദർ ഇസ് നത്തിങ് ടു ഡു വിത്ത് സ്പിൻ. ഇവന് സ്പിൻ കറക്കവുമായിട്ടുള്ള ബന്ധമല്ല, ഇവന്റെ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ അപ്പ് സ്പിന്നെ സാധാരണ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ 0 സ്റ്റേറ്റ് എന്നും,
ഡൗൺ സ്പിന്നെ നമ്മൾ സ്റ്റേറ്റ് 1 എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ആ വ്യവസ്ഥയുടെ അവസ്ഥയെ ഈ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. ഐദർ അവൻ എന്തിലാണ്, അപ്പിലാണോ, ഐദർ അവൻ ഡൗണിലാണോ എന്ന് റെപ്രസെന്റ് ചെയ്യിപ്പിക്കുന്നു. ഡൗൺ സ്പിൻ സ്റ്റേറ്റിലാണോ, അല്ലെങ്കിൽ അപ്പ് സ്പിൻ സ്റ്റേറ്റിലാണോ, അല്ലെങ്കിൽ ചില കേസ് ഉണ്ട് പ്ലസ് സ്റ്റേറ്റിലാണോ, അല്ലെങ്കിൽ മൈനസ് സ്റ്റേറ്റിലാണോ. ഇതൊരു സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാണ്. ഇതിനെ കെറ്റ് റെപ്രസെന്റേഷൻ എന്നാണ് പറയാം. നമ്മൾ ആ ഒരു മാത്തമാറ്റിക്കൽ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നില്ല, എന്നാലും ജസ്റ്റ് പറയുന്നത് മാത്രം. ഇതാണ് നമ്മളെ വേവ് ഫംഗ്ഷൻ. ഒരു അവസ്ഥയെ ഈ വേവ് ഫംഗ്ഷൻ സൂചിപ്പിക്കുന്നു. റൈറ്റ്. അപ്പോൾ ഇതും നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റുകൾ, പോസ്റ്റ്ലേറ്റുകളെല്ലാം കൃത്യമായി പഠിച്ചിരിക്കണം. കാരണം ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് സാധ്യതയുള്ള ഭാഗമാണ്. ഓക്കെ, ഈ പറയുന്നതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്ന ഭാഗമാണ് ഇത്. ഓക്കെ, അടുത്തത്, സൈയെ ഒരു സ്ഥിരാങ്കം റിയൽ സിയുമായി ഗുണിച്ചാൽ അത് ഒരേ അവസ്ഥയെ തന്നെ സൂചിപ്പിക്കുന്നു. ഈ വേവ് ഫംഗ്ഷൻ സൂപ്പർ പൊസിഷൻ തത്വവും അനുസരിക്കുന്നു. നമുക്ക് നോക്കാം. സൈയെ ഒരു സ്ഥിരാങ്കം റിയൽ സിയുമായി ഗുണിച്ചാൽ അത് ഒരേ അവസ്ഥയെ തന്നെ സൂചിപ്പിക്കുന്നു. ഒന്നുമില്ല, നമ്മളുടെ കയ്യിൽ ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഒരു സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റേറ്റ് സൈ ഉണ്ട്. ആ സൈനെ ഞാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവൻ പുതിയ ഒരു സ്റ്റേറ്റ് തരുന്നു. ആ പുതിയ സ്റ്റേറ്റ് ആണ് ഞാൻ ക്യാപിറ്റൽ സൈ. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ സൈക്ക് സംഭവിക്കുന്നത്? അവിടെ ഒരു സ്കെയിലിംഗ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്തത്, മോഡ് സൈ സ്ക്വയർ ഡീറ്റോ എന്നത് വേവ് ഫംഗ്ഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി അഥവാ കണികയെ ഡീറ്റോ എന്ന വ്യാപ്തത്തിൽ കാണാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. അല്ലെ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു വേവ് ഫംഗ്ഷൻ അവന് ഒറ്റയ്ക്ക് ഒരു പ്രത്യേക ഫിസിക്കൽ മീനിങ് ഇല്ല. പക്ഷെ അതേ സ്ഥാനത്ത് വെളിച്ചത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ അവന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറായ ഇന്റൻസിറ്റി എനിക്ക് മെഷറബിൾ ആണ്. അതുപോലെ തന്നെ ആ വേവ് ഫംഗ്ഷനുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അവന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റിക്ക് എന്തുണ്ട്, ഒരു ഫിസിക്കൽ മീനിങ് ഉണ്ട്. എനിക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എനിക്ക് എന്താണ്, ആ ഒരു കാര്യം ഫിസിക്കലി മെഷറബിൾ ആണ് എന്ന് അർത്ഥം. അപ്പം ഇവിടെ എഴുതി മോഡ് സൈ സ്ക്വയർ ഡീറ്റോ എന്നത് വേവ് ഫംഗ്ഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാണ്. അപ്പൊ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മോഡ് സൈ സ്ക്വയർ ഡീറ്റോ എന്ന് എഴുതി. ഡീറ്റോ എന്ന് പറയുന്നത് ഒരു സ്മോൾ വോളിയത്തിൽ അവനെ കാണാനുള്ള പ്രോബബിലിറ്റി ആണ്. അല്ലെ? അപ്പൊ മൊത്തം സ്പേസിൽ, ഓൾ സ്പേസിൽ എവിടെയാണ് അവന്റെ ഓൾ സ്പേസ് വരുന്ന ഒരു സ്റ്റേറ്റിനെ നമുക്ക് ഇൻ ജനറൽ ആയിട്ട് എങ്ങനെ പറയാം? ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അപ്പൊ മൊത്തം സ്പേസ് പറയണമെങ്കിൽ അവൻ നിൽക്കുന്ന ഡൊമൈൻ എവിടെയാണ്? മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയാണ് അവന്റെ ഒരു ഡൊമൈൻ സ്പേസ് എന്ന് പറയുന്നത്. അതിൽ കാണാനുള്ള പ്രോബബിലിറ്റി ആണ് ശരിക്കും അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. നമുക്കറിയാം കണികയുണ്ട്, വേവ് തരംഗ ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ തരംഗമുണ്ട് എങ്കിൽ അവിടെ ആ ഒരു വേവ് പാർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ അവൻ എവിടെയെങ്കിലും വെച്ച് എന്തായാലും കാണും. അപ്പം ഇവന്റെ മാക്സിമം പ്രോബബിലിറ്റി എത്രയായിരിക്കും? മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി 1 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു വേവ് ഫംഗ്ഷനെ നോർമലൈസ് ചെയ്യുക. നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കാണാനുള്ള പ്രോബബിലിറ്റിയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. അതിൽ കൂടാൻ പാടില്ല. പറ്റൂ? അതിന് അർത്ഥമില്ല, അല്ലെ? അതുപോലെ തന്നെ അവന്റെ മിനിമം പ്രോബിലിറ്റി എത്രയാണ്? അവൻ കണികയില്ല എങ്കിൽ അവന്റെ മിനിമം പ്രോബിലിറ്റി എത്രയാണ്? മോഡ് സൈ സ്ക്വയർ ഡീറ്റോ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഈ വേവ് ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്, പ്രോബിലിറ്റി ഡെൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കണം. അപ്പോൾ വേവ് ഫംഗ്ഷന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടണം? 1 കിട്ടണം. അതിന് നമ്മൾ എടുക്കുന്ന വേവ് ഫംഗ്ഷനെ എന്ത് ചെയ്ത് കളയണം? 1 കിട്ടുന്നതിലേക്കാക്കി മാറ്റണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നോർമലൈസേഷൻ. അതൊക്കെ നമ്മൾ ചെയ്ത് കാണിക്കും. എങ്ങനെയാണ് ഒരു വേവ് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യുക, അൺനോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ പറയും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് പോസ്റ്റ്ലേറ്റുകളെ, അതിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളെയാണ്. വെൽ ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ ഉണ്ടാകും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഈ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി മോഡ് സൈ സ്ക്വയർ ഡീറ്റോ എന്ന് പറയുന്നത് എന്താണ്? മാത്തമാറ്റിക്കലി നമ്മൾ പറഞ്ഞു ഇവൻ നിൽക്കുന്നത് ഒരു ഹിൽബർട്ട് സ്പേസിലാണ്. അതിൽ എന്തുണ്ട്? അവൻ എന്തിലും കൂടി അടങ്ങിയതാണ്? ഒരു കോംപ്ലക്സ് സ്പേസും കൂടിയാണ്, അല്ലെ? അപ്പൊ ഇവന്റെ മോഡ് സൈ സ്ക്വയർ കാണുക. ഞാൻ ആ ഒരു മാത്തമാറ്റിക്കൽ ടൂൾ പറയാതെ സ്കിപ്പ് ചെയ്ത് പറയുന്നത് കൊണ്ടുണ്ടാവുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ ഒരു HSA ലെവലിൽ ഉണ്ടാകും. എന്നാലും പറയാണ്, മോഡ് സൈ സ്ക്വയറിനെ കാണുന്നത് എന്താണ്? ഇവന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റിനെ
ഇവനുമായി എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇതൊക്കെ പ്രോബ്ലം ഒക്കെ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, സൈ സ്റ്റാർ, അതായത് സൈന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് ഇവനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകും. അപ്പം ഡീറ്റോ എന്ന് പറയുന്ന വ്യാപ്തത്തിൽ അവനെ കാണാനുള്ള സാധ്യതയെ, പ്രോബബിലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് മോഡ് സൈ സ്ക്വയർ ഡീറ്റോ. മോഡ് സൈ സ്ക്വയർ ഡീറ്റോ, മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, സൈ സ്റ്റാർ ആർ കോമ ടി ഇൻറ്റു സൈ ആർ കോമ ടി എന്നാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോ എന്നതൊരു നോർമലൈസ്ഡ് ഓൾ സ്പേസിലുള്ള, ബ്രാക്കറ്റിലുണ്ട്, ഓൾ സ്പേസിലുള്ള നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നു. അതും നമ്മൾ പറഞ്ഞു. അടുത്തത്, തന്നിരിക്കുന്ന ഒരു വ്യവസ്ഥയെ പ്രതിപാദിക്കുന്ന വേവ് ഫംഗ്ഷന് ചില സ്വീകാര്യമായ ചില നിബന്ധനകൾക്ക് വിധേയമാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന വേവ് ഫംഗ്ഷന് ചില അഡ്മിസിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ട്. അഡ്മിസിബിലിറ്റി കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നിയ മാതിരി ഒരു സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേവ് ഫംഗ്ഷൻ എടുക്കാൻ സാധ്യമല്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വേവ് ഫംഗ്ഷൻ എടുക്കാം, എനിക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു വേവ് ഫംഗ്ഷൻ എടുക്കാം എന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അവിടെ ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭാവിയിൽ ഇനി തൊട്ടടുത്ത ക്ലാസ്സിൽ വരുന്ന ഷ്രോഡിംഗർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ടോ ആ ഷ്രോഡിംഗർ ഇക്വേഷനുമായിട്ട് കോമ്പാക്റ്റബിളോ ആവുന്ന വേവ് ഫംഗ്ഷൻസ് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. വളരെ ലളിതമായി പറഞ്ഞാൽ അതാണ്. പക്ഷേ ഈ അഡ്മിസിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ റിയാലിറ്റിനെയും കൂടി മാച്ച് ചെയ്തിട്ട് വേണം ഈ വേവ് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യാൻ, കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവന്റെ അഡ്മിസിബിലിറ്റി കണ്ടീഷൻ, ആ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, സ്വീകാര്യമായ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഒന്ന് നമ്മൾ പറഞ്ഞു, ഇവന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് 0ന്റെയും 1ന്റെയും ഇടയിലാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവന്റെ വില എന്തായിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം, നിശ്ചിതമായിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം, നിശ്ചിതമായിരിക്കണം. അവന്റെ വാല്യൂ എന്തായിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം എന്ന് സാരം. അതുപോലെ തന്നെ പകുതി വെച്ചോ ഇടയിൽ വെച്ചോ അവനൊരു മുറിയും ഉണ്ടാവാൻ പാടില്ല, അവൻ മുറിഞ്ഞു പോകരുത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എല്ലായിടത്തും വേവ് ഫംഗ്ഷന് ഒരേ വാല്യൂ ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ അവൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അത് പോയിന്റ് ഇല്ല, വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം, തുടർച്ചയുള്ളതായിരിക്കണം. മറ്റൊരു പോയിന്റ് ആണ്, എല്ലായിടത്തും വേവ് ഫംഗ്ഷന് ഒരു വിലയുള്ളതായിരിക്കണം. നിങ്ങൾ ഇവിടെ മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ട്, ആ വേവ് ഫംഗ്ഷൻ ഇവിടെ മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ, അപ്പുറം കൊണ്ടേ മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു വാല്യൂ, വേറൊരാൾ മെഷർ ചെയ്യുമ്പോൾ വേറൊരു വാല്യൂ. അത് പറ്റില്ല. വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം, സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. ഓക്കെ, ഇനി വേവ് ഫംഗ്ഷന്റെ വ്യതിയാനങ്ങൾ സ്പേസിനനുസരിച്ച് അവന്റെ വ്യതിയാനങ്ങളും എന്തായിരിക്കണം, തുടർച്ചയുള്ളതും ഒരു വിലയോട് കൂടിയുള്ളതും ആയിരിക്കണം. അവന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, അവന്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, കണ്ടിന്യൂസും സിംഗിൾ വാല്യൂഡും ആയിരിക്കണം എന്ന് സാരം. ഇനി ചില ആളുകൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, വളരെ ലളിതമായി പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു വേവ് ഫംഗ്ഷന്റെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റത്തിന്, അതിനൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറയാം. ഇതൊരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം അല്ലെങ്കിലും ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാണ്. ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തു. ഓക്കെ, അപ്പൊ മെഷർമെന്റ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇതിന്റെ അകത്ത് എന്തുണ്ട്, ഇവിടെ കാലിയാണ്, ഇവിടെ വെള്ളമുണ്ട്. അപ്പൊ ശരിക്കും ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എന്താണ്, ഹാഫ് വാട്ടർ പ്ലസ് ഹാഫ് എയർ ആണ്, അല്ലെ ഹാഫ് എംറ്റി ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ എംറ്റി കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, 1/2. വെള്ളമുള്ളത് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, 1/2 അല്ലെ. അപ്പൊ ആ വേവ് ഫംഗ്ഷനെ എനിക്ക് എങ്ങനെ എഴുതാം, സൈ ഇസ് ഈക്വൽ ടു, ഈ വേവ് ഫംഗ്ഷനെ എനിക്ക് സൈ ഇസ് ഈക്വൽ ടു 1/√2 ഹാഫ് ഫുൾ പ്ലസ് 1/√2 എംറ്റി, ഇങ്ങനെ എഴുതാം. അപ്പൊ നിങ്ങൾ ഏതാണോ മെഷർ ചെയ്യുന്നത് ആ സ്റ്റേറ്റ് നിങ്ങൾക്ക് മെഷറബിൾ ആയിട്ട് വരും. ഇങ്ങനെ നിങ്ങൾക്കൊരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം, വളരെ ലളിതമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം, എങ്ങനെയാണ് ഒരു സിസ്റ്റത്തെ നമ്മൾ സൈ എന്ന് പറയുന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യുക എന്ന്. ഇതൊരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഒന്നുമല്ല, ജസ്റ്റ് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്, എന്താണ് ഒരു സ്റ്റേറ്റ്, എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയി. വേവ് ഫംഗ്ഷൻ സൂപ്പർ പൊസിഷൻ തത്വം അനുസരിക്കുന്നു. സൂപ്പർ പൊസിഷൻ തത്വം അനുസരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ എനിക്ക് രണ്ട് വേവ് ഫംഗ്ഷൻ, ഒരു സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എനിക്ക് രണ്ട് വേവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ്, ψ1 ψ2 എന്ന് പറയുന്ന രണ്ട് വേവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് എങ്കിൽ ഇവരുടെ സൂപ്പർ പൊസിഷനും ആ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു, റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് മാത്രം. ψ ± ψ2. സൂപ്പർ പൊസിഷൻ തത്വം നമുക്കറിയാം. ഇവരെന്താണ്, ഈ ഒരു വെക്ടർ സ്പേസിൽ അവനെ എനിക്ക് ആൾജിബ്രിക് സം എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതും ഓർക്കണം, വേവ് ഫംഗ്ഷൻ എന്തനുസരിക്കുന്നുണ്ട്, ഒരു സൂപ്പർ പൊസിഷൻ തത്വം അനുസരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്,
അവന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി കാണുന്നത് പറഞ്ഞു. അതുപോലെ തന്നെ അവൻ നോർമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേവ് ഫംഗ്ഷന്റെ വ്യതിയാനങ്ങളും മറ്റ് ഒരു സ്വീകാര്യമായ നിബന്ധനകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പോസ്റ്റ്ലേറ്റിൽ പറയുന്നത്. രണ്ടാമത്തത് ക്വാണ്ടം മെക്കാനിക്സിലെ എല്ലാ നിരീക്ഷണങ്ങൾക്കും തക്കതായ ഒരു രേഖീയ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഉണ്ടാകും. അതായത് നമുക്കിപ്പം ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ആ സ്റ്റേറ്റിനെ ഞാൻ സൈ എന്ന് വിളിച്ചു. ഈ സൈന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർമെന്റ് നടത്തുന്നത്. അപ്പം അത്തരത്തിലുള്ള മെഷർമെന്റുകളാണ് നമ്മൾ ഒബ്സർവബിൾസ് എന്ന് വിളിക്കുന്നത്. ആ മെഷർമെന്റ് നടത്താനുള്ള ആളുകളെയാണ് നമ്മൾ ഒബ്സർവബിൾസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നടക്കുന്ന ഒബ്സർവബിൾസ് ഏതൊക്കെയാ? പൊസിഷൻ, മൊമെന്റം, എനർജി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്? ആംഗുലാർ മൊമെന്റം, ഇതൊക്കെയാണ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒബ്സർവബിൾസ് ആക്കി വെച്ചിരിക്കുന്നത്. ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഡൈനാമിക്കൽ സിസ്റ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവന്റെ എന്തൊക്കെയാണ്? ആക്കം, സ്ഥാനം, ഊർജം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിലെ നിരീക്ഷണത്തിന് തക്കതായ രേഖീയമായ ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ, രേഖീയമായ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ പറയാൻ കാരണം ഇവൻ ഹിൽബർട്ട് സ്പേസിലാണെന്ന് പറഞ്ഞു. അവന്റെ കുറെ ആ ഒരു കണ്ടീഷൻസ് അവൻ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും? അവന്റെ പല ഫിസിക്സും നമുക്ക് എന്തായി പോകും? നഷ്ടപ്പെടും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ചൂസ് ചെയ്യാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെർമീഷ്യൻ ഓപ്പറേറ്റർ വെച്ച് നിങ്ങളൊരു മെഷർ ചെയ്യുന്ന സമയത്ത് അവന്റെ ഐഗൻ വാല്യൂ, നമ്മൾ ഇനി അടുത്ത ടോപ്പിക് ഐഗൻ വാല്യൂസ് ഐഗൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നതിന്റെ തിയറി പാർട്ട് നന്നായിട്ട് ഡിസ്കസ് ചെയ്യും, അതിന്റെ പ്രോബ്ലം പാർട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ആ സമയത്ത് നമുക്കത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പറയാം. എന്നാലും ഒറ്റ വാക്കിൽ പറയാണ്, ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നിങ്ങളൊരു മെഷർമെന്റ് നടത്തുമ്പോൾ അവന്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും. റിയൽ ആണെങ്കിൽ നമ്മുടെ മെഷർമെന്റ്സ് എന്തായിരിക്കും? എളുപ്പമായിരിക്കും. ഇതുകൊണ്ടാണ് വളരെ ലളിതമായിട്ട് നമ്മൾ ആരും ഉപയോഗിക്കുന്നത്? ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് മെഷർമെന്റ് നടത്തും. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? അതിന്റെ ആഴത്തിൽ അതിന്റെ സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന രീതിയിലുള്ള നിയമങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ചെകഞ്ഞുകൊണ്ട് പഠിക്കാം. ഇപ്പോൾ പോസ്റ്റ്ലേറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ പോസ്റ്റ്ലേറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് ആഴത്തിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഒരു ക്വാണ്ടം മെക്കാനിക്സിലെ എല്ലാ നിരീക്ഷണങ്ങൾക്കും തക്കതായ ഒരു രേഖീയ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഉണ്ടാകും. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ഒരു ഒബ്സർവബിൾ എന്ന് പറയുന്നത്? സ്ഥാനം, പൊസിഷൻ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എക്സ് ക്യാപ്. അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും, അടുത്ത ക്ലാസ്സിലായിരിക്കും പറയാം. ഓക്കെ, പൊസിഷൻ. നെക്സ്റ്റ് വൺ, ആക്കം അഥവാ മൊമെന്റം. പിന്നെ ഊർജം, അതിനെ നമ്മൾ ടോട്ടൽ എനർജീനെ നമ്മൾ ഒരു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഗതികോർജം, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പിന്നെ കോണീയ ആക്കം, ആംഗുലാർ മൊമെന്റം, Lx, Ly, Lz. അപ്പം ഇങ്ങനെയുള്ള നിരവധി ഹെർമീഷ്യൻ ഓപ്പറേറ്ററുകൾ ആണ് നമ്മുടെ ഒബ്സർവബിൾസ്. ഈ ഒബ്സർവബിൾസ് നമ്മൾ ആരുടെ മുകളിൽ ആക്ട് ചെയ്യുന്നു? സ്റ്റേറ്റ് ഫംഗ്ഷന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അവൻ തരുന്ന വാല്യൂ, ആ ഐഗൻ വാല്യൂ റിയൽ ആയിരിക്കും. അതായിരിക്കും നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ഐഗൻ വാല്യൂ. എത്രമാത്രം എനർജി ഉണ്ട്, എത്രയാണ് അവന്റെ പൊസിഷൻ, അവന്റെ മൊമെന്റം എത്രയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന എവിടെ നിന്നായിരിക്കും? അവന്റെ ഐഗൻ വാല്യൂസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മെഷറബിൾ ആയിട്ട് കിട്ടും. അടുത്ത പോസ്റ്റ്ലേറ്റ് ആണ്, ഒരു ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരീക്ഷണ അളവുകളുടെ വില എന്നത് ഒരേ വിലയായിരിക്കും. അതിന് ഐഗൻ വാല്യൂ ഒരു വിലയായിരിക്കും, അല്ലെങ്കിൽ ഒരേ വിലയായിരിക്കും. അതിന് ഐഗൻ വാല്യൂ എന്ന് പറയുന്നു. അതായത് നമ്മളൊരു ഓപ്പറേറ്റർ ആക്ട്സ് ഓൺ സൈ. ആ സൈന് മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവന് ഒരു വില തരുന്നു. ആ വില എന്ന് പറയുന്നതാണ് ഇവന്റെ എന്തെന്ന് വിളിക്കുന്നത്? ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, എ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവന്റെ ഐഗൻ വാല്യൂ ആയിരിക്കും. അടുത്തത് പോസ്റ്റ്ലേറ്റ് 4. ഈ നിരീക്ഷണങ്ങളുടെ ശരാശരി വില എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് ആവറേജ് വാല്യൂ ഓഫ് എ. ഇതിനെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ -∞ to ∞ psi star a psi b tau എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് അറിയാം ഈ നിരീക്ഷണങ്ങൾ ഒരു തവണയോ 2 തവണയോ 3 തവണയോ നടത്തിയാൽ പോരാ. നമുക്ക് ഇവനെ ഒരുപാട് നിരവധി തവണ നടത്തണം. അങ്ങനെ നിരവധി തവണ നടത്തുന്നതാണ് ഇവന്റെ ആവറേജ് വാല്യൂ എന്ന് വിളിക്കുന്നത്. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒബ്സർവബിൾ ഇവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ അവനെ കാണാനുള്ള ടോട്ടൽ പ്രോബബിലിറ്റി കൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നു. ഇവന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണ് എങ്കിൽ ഇവന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷന്റെ ആവറേജ് വാല്യൂ അഥവാ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? -∞ to ∞ psi star a psi d tau ആയിരിക്കും. ഇതാണ് ഇവന്റെ ആവറേജ് ശരാശരി വില. ഇതൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. നമ്മൾ ഇതെല്ലാം പ്രോബ്ലംസും ഓരോ സൈയും എടുത്തിട്ട് എങ്ങനെയാണ് ആവറേജ് വാല്യൂ കാണുക, എന്താണ് അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് പോസ്റ്റ്ലേറ്റിലാണ്. പോസ്റ്റ്ലേറ്റിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷ്രോഡിംഗർ ഇക്വേഷൻ ഒക്കെ പറഞ്ഞ് ചില വേവ് ഫംഗ്ഷൻ ഒക്കെ എടുത്ത് വെച്ചിട്ട് പറയണം. അപ്പൊ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. ഓക്കെ. അപ്പൊ ഈ നിരീക്ഷണങ്ങളുടെ ശരാശരി വില എന്ന് പറയുന്നത് എന്താണ്? -∞ psi star a psi d tau ആണ്. അടുത്തത്, സമയത്തിനനുസരിച്ച് ഒരു വേവ് ഫംഗ്ഷൻ പരിണമിക്കുന്നത് hψ = I h cut dou psi by dou t എന്ന രൂപേണയാണ്. ഈ dou psi by dou t എന്ന് പറയുന്നത് അല്ലെങ്കിൽ hψ = I h cut dou psi by dou t എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഇത്? ശരിക്കും ഇതൊരു ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിലേക്കും വരും. ഇതൊക്കെ നമുക്ക് പോസ്റ്റ്ലേറ്റ് ഭാഗത്ത് വരുന്നത് കൊണ്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. ഡീറ്റെയിൽഡ് ഭാഗം വരും. അടുത്തത്, കാനോനിക്കലി കോൺജുഗേറ്റ് ആയ രണ്ട് ഓപ്പറേറ്റേഴ്സ് ഹേഴ്സിൻബർഗിന്റെ കമ്മ്യൂട്ടേഷൻ ബന്ധം അനുസരിക്കും. ഇതും ഓർത്തു വെക്കേണ്ട കാര്യമാണ്. എന്താണ് ശരിക്കും ഇതിന്റെ ഒരു അർത്ഥം? കാനോനിക്കലി കോൺജുഗേറ്റ് ആയ രണ്ട് ഓപ്പറേറ്റേഴ്സ്. കാനോനിക്കലി കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ആ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ, ഒബ്സർവ് ചെയ്യാൻ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാനോനിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇനി കാനോനിക്കലി കോൺജുഗേറ്റ് ആയ രണ്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കാനോനിക്കലി കോൺജുഗേറ്റ് ആയ രണ്ട് ഓപ്പറേറ്റേഴ്സ് ഹേഴ്സിൻബർഗിന്റെ കമ്മ്യൂട്ടേഷൻ ബന്ധം അനുസരിക്കും. കാനോനിക്കലി കോൺജുഗേറ്റ് ആയവർ കമ്മ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം, ഫോർ എക്സാമ്പിൾ എക്സും പി എക്സും, ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞുതരാം. എക്സും പി എക്സ് = I h cut എന്നാണ് പറയുന്നത്. അതിനർത്ഥം എക്സിനെയും പൊസിഷനെയും അതേ ഡയറക്ഷനിലെ മൊമെന്റവും നിങ്ങൾ മെഷർ ചെയ്യാൻ, സൈമൾട്ടേനിയസ്ലി മെഷർ ചെയ്യാൻ നോക്കിയാൽ അവിടെ എന്ത് വരുന്നു? അവിടെ നമ്മുടെ ഹേഴ്സിൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്ലേ ചെയ്യും. അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. എന്താണ്? നിങ്ങൾക്ക് ഒരേ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? മൊമെന്റവും അവന്റെ സ്ഥാനവും നിർണ്ണയിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ കമ്മ്യൂട്ട് ചെയ്യാത്ത ആളുകൾ ആരാ? എക്സ്, പി വൈ. ഇതിന്റെ അർത്ഥം എന്താണ്? റൈറ്റ്, ഇവിടെ എക്സും പി വൈയും കമ്മ്യൂട്ട് ചെയ്യുന്നു. എക്സും പി വൈയും കമ്മ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കമ്മ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊസിഷനും വൈ ഡയറക്ഷനിലെ മൊമെന്റവും സൈമൾട്ടേനിയസ്ലി കാണാം. ഒരേ സമയത്ത് നിങ്ങൾക്ക് മൊമെന്റം അലോങ് വൈ ഡയറക്ഷനും പൊസിഷൻ അലോങ് എക്സ് ഡയറക്ഷനും മെഷറബിൾ ആണ് എന്ന് അർത്ഥം. അപ്പം ഒരു കാനോനിക്കലി കോൺജുഗേറ്റ് ആയ രണ്ട് ഓപ്പറേറ്റേഴ്സ് ഹൈസൻബർഗിന്റെ കമ്മ്യൂട്ടേഷൻ ബന്ധം എന്ത് ചെയ്യുന്നുണ്ട്? അനുസരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് അടുത്ത പോയിന്റ്. മറ്റൊരു പോയിന്റും കൂടിയുണ്ട്. ശരിക്കും നമ്മളൊരു കോമ്പോസിറ്റ് സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എച്ച് എന്ന് പറയുന്ന സ്പേസ് കൊണ്ട് നമ്മളൊരു എച്ച് എ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം എന്റെ സ്പേസും ഹിൽബർട്ട് സ്പേസും, എച്ച് ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ സിസ്റ്റത്തിന്റെ ഹിൽബർട്ട് സ്പേസുമാണ്. കുറച്ചുകൂടി ഹയർ ലെവലാണ്. ഓക്കെ, അങ്ങനെ ഈ രണ്ട് സിസ്റ്റം ഒരു കോമ്പോസിറ്റ് സിസ്റ്റം ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അവന്റെ ടോട്ടൽ സ്പേസ് എന്ന് പറയുന്നത് ഈ രണ്ട് സ്പേസിന്റെയും ടെൻസർ പ്രോഡക്റ്റ് ആയിരിക്കും. ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ചിലപ്പം സെന്റൻസ് വൈസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ടെൻസർ പ്രോഡക്റ്റിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല, എന്നാലും ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പോസ്റ്റ്ലേറ്റ്സിൽ പഠിക്കാനുള്ളത്. പോസ്റ്റ്ലേറ്റ്സിൽ ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് ശരിക്കും എന്തിനും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? ഒരു വേവ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടിയും വേവ് ഫംഗ്ഷന്റെ സ്വഭാവങ്ങളും കൂടി ചേർന്ന് കിടക്കുന്നതാണ്. രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് അവന്റെ ഓപ്പറേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് അവന്റെ ആ ഒരു നിരീക്ഷണത്തിൽ അവന്റെ വാല്യൂ, ഹൈഗൻ വാല്യൂമായിട്ട് ബന്ധപ്പെട്ടതാണ്. നാലാമത്തത് അവന്റെ ശരാശരി വിലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഞ്ചാമത്തത് അവന്റെ വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ് സമയത്തിനനുസരിച്ച് പരിണമിക്കുന്നത് എന്നതിന്റെ
മാറ്റമാണ്. പിന്നെ ആറാമത്തത് എന്ന് പറയുന്നത് ഒരു കാനോനിക്കൽ കോൺജുഗേറ്റ് ആയ രണ്ട് ഓപ്പറേറ്റേഴ്സിന്റെ കമ്മ്യൂട്ടേഷൻ റിലേഷനെ കാണിക്കുന്നതാണ്. അതുപോലെ ഏഴാമത്തത് ശരിക്കും അവന്റെ ആ ഒരു കോമ്പോസിറ്റ് സിസ്റ്റത്തെ കുറിച്ച് പറയുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ശരിക്കും ഫണ്ടമെന്റലി നമുക്ക് ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഓരോ പോസ്റ്റ്ലേറ്റ്സിനെയും ബന്ധപ്പെട്ടുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ ഷ്രോഡിംഗർ വേവ് ഇക്വേഷനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ എങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യാം, അതിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ അതിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി കാണുക? ജനറൽ ആയിട്ട് കുറെ വേവ് ഫംഗ്ഷൻ എടുത്ത് വെച്ച് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് അവന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണുക, അതുപോലെ അവന്റെ ആവറേജ് വാല്യൂ കാണുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് അടുത്ത വീഡിയോയിൽ പോകുന്നത്. അപ്പോൾ അത് നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.